Abalo and cookie stories. ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെയാണ്. അപ്പോൾ ഞാൻ ഓട്ടുപത്തിരിയാണ് ഉണ്ടാക്കുന്നത്. ഉമ്മച്ചി ഓട്ടുപത്തിരി ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് തേങ്ങ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഓട്ടുപത്തിരി റാഗി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 2 കപ്പ് അളവിൽ റാഗിയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ശുദ്ധമായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ റാഗി വാങ്ങി അത് മില്ലിൽ കൊടുത്തയച്ച് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉമ്മച്ചിയാണ് അരിച്ചെടുക്കുന്നത് കേട്ടോ, ഞാനല്ല. ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുത്ത് നമുക്കിതിലെ തരിയെല്ലാം ഒന്ന് കളഞ്ഞ് സമയം നമുക്ക് പൊടിയൊന്ന് വാട്ടിയെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഉപ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ അരിച്ചെടുത്തിട്ടുള്ള ഈ പൊടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു 2 സെക്കൻഡ് നേരം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ആ സമയം ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇങ്ങനെ തിളച്ച് വരുമല്ലോ ആ വെള്ളം. ആ സമയത്ത് നമുക്ക് ആ തേങ്ങ നമ്മൾ ഗ്രേറ്റ് ആക്കി വെച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനെ മിക്സാക്കി കൊടുക്കണം. ഈ പൊടിയെല്ലാം നന്നായിട്ടൊന്ന് വാട്ടി വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക. എന്നാലേ ഈ പൊടിയുടെ എല്ലാ ഭാഗത്തോട്ടും നല്ല രീതിയിൽ വേവെത്തി കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 3 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് അതിന് ശേഷം നമുക്കിതിനെ ഒരു തട്ടിലോട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് പരത്തി ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം വേണം നമ്മളിതിനെ കുഴച്ചെടുക്കാനേ. ഈ റാഗിപ്പൊടി ഉണ്ടല്ലോ, നന്നായിട്ട് വാട്ടിയെടുത്ത് തേങ്ങ ഒക്കെ ഇട്ട് വാട്ടിയെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അത് വാട്ടിയെടുക്കുമ്പോൾ ആ സ്മെല്ലുണ്ടല്ലോ, അത് ചില ആളുകൾക്ക് നല്ലൊരു ഇഷ്ടമാവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ സ്മെല്ല്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് വെള്ളം നമ്മൾ ആ വാട്ടിയെടുത്ത പാത്രം ഉണ്ടല്ലോ അതിലോട്ട് ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അതിലൊന്ന് കൈ ഒന്ന് തടവി ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കാനാണ് എന്നാണ് കേട്ടോ ഉമ്മച്ചി പറഞ്ഞത്. അപ്പോൾ ഉമ്മച്ചിയാണിത് കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടാണ്. അപ്പോൾ ഇത് ചൂടൊന്ന് അമർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ കുഴച്ചെടുക്കണുണ്ടേ. ഈ ഒരു പത്തിരി ഉണ്ടല്ലോ, റാഗി പൊതുവെ എല്ലാവർക്കും ഗുണമുള്ളതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഗർഭിണികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ആഹാരമാണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ഈ മഴക്കാലത്ത് നല്ലൊരു ഔഷധമായിട്ടും നമുക്ക് ഈ റാഗി ഉപയോഗിക്കാനായിട്ട് പറ്റും. പണ്ട് കാലം മുതൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു ആഹാരമാണ് ഈ റാഗി. റാഗി വെച്ചിട്ട് പത്തിരി ഉണ്ടാക്കിയെടുക്കും, പുട്ടുണ്ടാക്കിയെടുക്കും, അങ്ങനെ പല പല ആഹാരങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ളൊരു ഓട്ടുപത്തിരി ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഉമ്മച്ചി പഴയ പല പല കഥകളും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പണ്ട് ഇങ്ങനെ ഉരലിലിട്ടിട്ടാണ് ഇടിച്ചെടുത്തിട്ട് പൊടി ഉണ്ടാക്കി ആ ഒരു രീതിയിലാണ് ഇത് പത്തിരി ഉണ്ടാക്കിയിരുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ഇതിന് ലൈറ്റ് കളറല്ല, അന്ന് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം തന്നെ ഇത് നല്ലൊരു ഡാർക്ക് കളറിലായി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പത്തിരി പരത്തിയെടുക്കുന്നത് ഇതുപോലെ ഒരു വാഴയിലയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഉമ്മച്ചി പരത്തിയെടുക്കുന്നത് ഇതുപോലെയാണ്. വട്ടയിലയിൽ വെച്ചിട്ടും വേണമെങ്കിൽ പരത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് വലിയൊരു ബോൾസാക്കി എടുക്കണം. ഇതുപോലെ കുറച്ച് വലിയ ബോളാക്കി എടുക്കുക. ഏകദേശം ഒരു ഓറഞ്ചിൻ്റെ വലിപ്പത്തിലൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇതിനെ ഇതുപോലെ കൈയിൻ്റെ നമ്മുടെ വിരലുപയോഗിച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇതുപോലെ പരത്തിയെടുക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് പിന്നെയും തിരിച്ചെടുത്ത് ആ ഒരു രീതിയിൽ പരത്തിയെടുക്കുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഞാനതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാണാൻ തന്നെ നല്ലൊരു ചേലുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നിനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ പത്തിരി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ നമ്മുടെ കൈയിൻ്റെ ഉള്ളനടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി എടുക്കണം എന്നാണ് ഉമ്മച്ചി പറയുന്നത്. നമ്മുടെ ഈ വിരലിൻ്റെ അടയാളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് എന്നാണ് ഉമ്മച്ചി പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലൊരു ഷേപ്പായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലോ ഇത് കാണാനായിട്ട്. അപ്പോൾ ഇനി ഒന്നുകൂടി ഇതിനെ ഇങ്ങനെ പ്രസ്സാക്കി ഒരേ കനത്തിലാക്കി എടുത്ത് നന്നായിട്ട് ഓട്ടുകല്ല് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് തൊട്ട് നോക്കി അതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നത് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഞാനൊക്കെ അത് വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചൂടായ ചട്ടിയിലോട്ട് ഇങ്ങനെ ഇട്ട്
അടുപ്പ് അതുപോലെ കൂടുതലായിട്ട് കത്തണമൊന്നുമില്ല കേട്ടോ. ഒരു മീഡിയം ലെവലിലൊന്നും ഇങ്ങനെ കനലിലാണിത് ചുട്ടെടുക്കേണ്ടത്. അപ്പോഴാണ് കേട്ടോ അത് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗവും നല്ല രീതിയിൽ വെന്ത് കിട്ടാനൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നതാണ് നല്ലത് എന്നാണ് ഉമ്മച്ചി പറഞ്ഞത് കേട്ടോ. അപ്പോൾ തീ ഈ ഒരു ലെവലിലാക്കി വെച്ചിട്ട് വീണ്ടും അടുത്ത പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ പഴയ ആളുകൾ ഇതേ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, വീണ്ടും ഇത് പരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ അടുപ്പിൻ്റെ അവിടെ വെച്ചിട്ട് ഇതിങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇത് മറിച്ചിടുന്നുണ്ട്, വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. നമുക്കിതൊക്കെ കുറച്ച് വലിയ കാഴ്ചകളാണല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് ആ ഒരു പത്തിരിയും നന്നായിട്ട് തന്നെ പരത്തി ഫിനിഷ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഉമ്മച്ചി. നമ്മൾ ഈ പത്തിരിയിലോട്ട് ഉപയോഗിക്കുന്ന തേങ്ങ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, എന്നാലേ നമുക്കിത് നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അതേസമയം തന്നെ പത്തിരി തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തിരിച്ചും മറിച്ചിട്ട് ഏകദേശം ഒരു 6 മിനിറ്റോളം സമയം ഇതിനെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ വേകാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒന്ന് മറിച്ചിട്ട് കൊടുത്തു, പിന്നീട് അതിൻ്റെ ഒരു ഭാഗം ഒന്ന് വേകാനായിട്ട് വെച്ച് കൊടുക്കുക. അതൊരു ഏകദേശം ഒരു 3 മിനിറ്റ് നേരത്തോളം ഇങ്ങനെ വെച്ച് കൊടുക്കണം. പതുക്കെ ഇങ്ങനെ വെന്ത് കഴിയുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗത്തോട്ടായിട്ട് നല്ല രീതിയിൽ വേവ് എത്തി കിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് വെന്ത് ഇതുപോലെ നല്ലൊരു കളറിലായിട്ട് ഒരു ഭാഗം വരണം. ഇനി അടുത്ത ഭാഗം അതുപോലെ ഒന്ന് ആയി കിട്ടണം. അപ്പോൾ ഈ സമയം നമ്മൾ നമ്മുടെ ആ ചട്ടക ഉപയോഗിച്ച് ഇതിനെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കണം. അതിൻ്റെ അടിഭാഗം ഒന്നുകൂടി ഒന്ന് വെന്ത് കിട്ടാനായിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ അത് നന്നായിട്ടൊന്ന് പൊള്ളി വരും. അതായത് ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കറക്റ്റായിട്ടൊന്ന് പൊങ്ങി വരും. ആ ഒരു രീതിയിലായി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, നന്നായിട്ടൊന്ന് പൊങ്ങി വരാനായിട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് വീഡിയോയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 6 മിനിറ്റ് നേരത്തോളം ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിലായി കിട്ടിയത്. അപ്പോൾ ഇതൊന്നും ഞാൻ മാറ്റി വെക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഞാനിത് ചൂടോട് കൂടി തന്നെ കഴിക്കാനായിട്ട് പോവുകയാണ്. ഉമ്മച്ചി പറഞ്ഞത് ചൂടോടുകൂടി കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ ഒന്ന് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കഴിക്കുകയാണ്. ഇതിൻ്റെ കൂടെ അതുപോലെ തന്നെ നമുക്ക് കറിയോ അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഇങ്ങനെ ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ചില ആളുകൾ ഇതിലോട്ടായിട്ട് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഇങ്ങനെ കഴിക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറേ നേരം നല്ല മഴയാണ് കേട്ടോ. ഇന്നും നല്ലൊരു മഴയുള്ളൊരു കാലാവസ്ഥയാണ്. നല്ല മഴ, പുറത്ത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ. മഴ ചില ആളുകൾക്ക് ഇഷ്ടമാണെങ്കിൽ ചില ആളുകൾക്ക് അത്ര കണ്ട് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അല്ലേ. മഴയെ ഭയങ്കരമായിട്ട് പഴി പറയും, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ചില മരങ്ങൾക്ക് മഴ കൊള്ളുമ്പോൾ തന്നെ അതിലെ ഇലകളെല്ലാം നശിച്ചു പോവും. അതുപോലെപ്പെട്ട ഒരു മരമാണ് നമ്മുടെ മുരിങ്ങ മരം. ഇത് കണ്ടില്ലേ, എൻ്റെ മുരിങ്ങ മരമാണ് കേട്ടത്. ഇതിലെ ഇലകളെല്ലാം മഴ ആയത് കാരണം നല്ല രീതിയിൽ തന്നെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരൊറ്റ ഇല പോലും ഇതിലില്ല. നന്നായിട്ട് പൊഴിഞ്ഞ് മഴയത്ത് എല്ലാം നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചത്തെ ലഞ്ചാണെന്ന്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ. ബിരിയാണി റൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ. ഞാൻ ഉച്ചത്തേക്കായിട്ട് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കുക്കറിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്ത് അതിലോട്ട് ഞാൻ കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഹാഫ് സവാളയാണ് ഇട്ട് കൊടുത്ത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് വാടി കിട്ടിയാൽ നമുക്കതിലോട്ട് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് ഒന്ന് ചേർത്ത് കൊടുക്കുക. തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ചെറിയൊരു തക്കാളിയാണ് കേട്ടോ, ഒന്നും കൂടേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലുള്ള കുക്കറിലായത് കാരണം തന്നെ ഒരു ഇൻഗ്രീഡിയൻസ് ഇതിലോട്ടായിട്ട് കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരാനായിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, അല്പം മുളക് പൊടി ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇത് കണ്ടില്ലേ, കുറഞ്ഞ അളവിലാണ് കേട്ടോ മുളക് പൊടി ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതെല്ലാ ഭാഗത്തോട്ടൊന്നും മിക്സായി കിട്ടണം. തൈരില്ലെങ്കിൽ അതിന് പകരമായിട്ട് ചെറുനാരങ്ങ നീര് ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിതിലോട്ട് ഓരോ ഇൻഗ്രീഡിയൻസുകളായി പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് അതെല്ലാം ഉപയോഗിച്ച് തട്ടിക്കൂട്ട് ബിരിയാണിയാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഗരം മസാല പൗഡർ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ആ കുക്കറിൻ്റെ ആ മൂടി ഉണ്ടല്ലോ, അടപ്പുണ്ടല്ലോ, അതിനെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുറന്ന് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക.
നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്ന തക്കാളി നല്ല രീതിയിലൊന്ന് ഉടഞ്ഞു വരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലോട്ട് കറിവേപ്പില, മല്ലിയില, പുതിനയില ഇത് മൂന്നും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇലകളൊന്നും ഇല്ല എന്ന് വിചാരിച്ച് ഇത് ഉണ്ടാക്കാതെ നിൽക്കണ്ട. ഇതിലോട്ട് ആവശ്യമുള്ള ഇലകൾ നിങ്ങളെ കയ്യിലുള്ള ഇലകൾ ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയാണ് ഉള്ളതെങ്കിൽ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതെല്ലാം ഉള്ളത് കാരണം ഞാൻ ഇതുപോലെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ഞാൻ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 കപ്പ് റൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഞാൻ 1.5 കപ്പ് അളവിൽ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വെള്ളത്തിൻ്റെ അളവ് തീരെ കൂടരുത്. കുക്കറിലായത് കാരണം തന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇത് കഞ്ഞിയായി പോകും. അപ്പോൾ നമുക്ക് ഈ റൈസിലോട്ടുള്ള ഉപ്പ് കൂടി ഈ സമയം ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ തിളച്ച് മറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ല ബിരിയാണീൻ്റെ ഒരു പെർഫെക്റ്റ് സ്മെല്ല് എന്നൊക്കെ പറയാം. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് നമ്മുടെ ആ റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് നേരത്തോളം ഈ റൈസ് ഒന്ന് കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനെ ഞാനൊന്ന് മിക്സാക്കി കൊടുത്ത് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ റൈസ് വെന്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കുക്കർ ഓപ്പൺ ആക്കി എടുക്കരുത്. ഇതിലെ സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ കുക്കർ ഓപ്പൺ ആക്കി എടുക്കാനേ. അപ്പോൾ ഈ സമയം തന്നെ സേബേബി എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. സേബേബി വീട്ടിലുണ്ട് കേട്ടോ. അവൾ പോയിട്ടില്ല. ഞാനും അവളും തനിച്ചാണ്. അപ്പോൾ അവൾ എൻ്റെ കൂടെ വന്നിട്ട് അവൾക്ക് ഞാൻ പാട്ട് പാടി കൊടുക്കണം, കഥകൾ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഷാഡ്യം പിടിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന സമയം അവൾ ഉറങ്ങുമായിരുന്നു കേട്ടോ. നല്ല ഉറക്കേനി. അപ്പോൾ ഇതിൻ്റെ ഇടക്കായിട്ടാണ് ഇവൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവൾ വന്നപ്പം തൊട്ട് എന്നെ ശല്യം ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് ഞാൻ പാട്ട് വെച്ച് കൊടുക്കണം, പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കി താബ, എനിക്കിത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷാഡ്യം പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ ഞാൻ അവളെ പറ്റി തന്നെ നല്ലൊരു പൊക്കി വെച്ച് കണ്ട് പാട്ട് പാടിയപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവൾക്ക് കുറച്ച് പൊക്കി വെച്ച് പാട്ട് പാടുന്നതും അവളെ പൊക്കി വെച്ച് പറയുന്നതൊക്കെ ഭയങ്കര ഹാപ്പിയുള്ള കാര്യമാണ്. പുറത്ത് ഈ സമയം നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ കുക്കറിൽ വിസിലൊക്കെ വന്ന് ഞാൻ അത് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞ് ഞാനിതൊന്ന് ഓപ്പൺ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. കൂടുതലായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിലായി കിട്ടില്ല. ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഈ റൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. പിന്നെ ഓരോരുത്തരുടെ കുക്കറിൻ്റെ ആ ഒരു പരുവനുസരിച്ച് ചില സമയത്ത് ഇതിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെറിയ തോതിൽ വ്യത്യാസം വന്നേക്കാട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ എനിക്ക് റൈസ് കിട്ടിയിട്ടുണ്ട്. രാവിലത്തെ ഗ്രീൻ പീസ് കറി ബാക്കിയുണ്ടായിരുന്നു. കുറച്ച് വെള്ളപ്പം ഉണ്ടാക്കിയപ്പോൾ അതിലോട്ടായിട്ട് ഗ്രീൻ പീസ് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഓട്ടുപത്തിരിയിലോട്ട് ഗ്രീൻ പീസ് കറി മാച്ച് ആവില്ല. അപ്പോൾ അതിലോട്ട് കറിയൊന്നും ഉപയോഗിച്ചില്ല കേട്ടോ. അപ്പോൾ വെള്ളപ്പത്തിലോട്ടായിട്ട് ഉണ്ടാക്കിയെടുത്ത ആ കറിയുടെ ഗ്രീൻ പീസ് ബാക്കിയായി കിടന്നപ്പോൾ അത് ഞാൻ ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. തട്ടിക്കൂട്ട് ബിരിയാണി അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൂടി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആക്കി എടുക്കാൻ ഞാനിത് കറിയായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നീട് ഞാൻ ഈ റൈസ് ഉണ്ടാക്കിയപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ നല്ലൊരു ഭംഗിയും നല്ല ടേസ്റ്റും ഒക്കെ ആവില്ല. അപ്പോൾ അതുകൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. റൈസ് കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ ഈ ഒരു പരുവത്തിൽ പെട്ടെന്ന് തന്നെ നമ്മൾ സെർവ് ചെയ്യേണ്ട. ഏകദേശം ഒരു 5-10 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള റെസിപ്പീസ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് പുതിയ റെസിപ്പീസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്